രത്നത്തിന് അനേകം മുഖപ്പുകളുള്ളതുപോലെ, ഫേസിറ്റ്സുകളുള്ളതുപോലെ സത്യത്തിൻ്റെ മുഖം ബഹുവർണാങ്കിതങ്ങളാണ്. നാം കാണുന്നതിനെ ശരിയെന്ന് നാം ശഠിക്കുമ്പോൾ വേറൊന്ന് ഒരാൾ കാണുന്നുണ്ടെങ്കിൽ വേറൊരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ അയാൾ കാണുന്നതിനെ അയാൾ ശരിയെന്ന് ശഠിക്കുന്നു. അങ്ങനെ ഒരേ സത്യത്തെ പല വീക്ഷണകോണുകളിൽ നിന്ന് നോക്കി ഓരോരുത്തരും ഞാൻ കാണുന്നതാണ് ശരിയെന്ന് ശഠിക്കുമ്പോൾ ആ ശാഠ്യം തർക്കമായും വിവാദമായും ഈ ലോകത്ത് ശബ്ദകോലാഹലങ്ങളുണ്ടാക്കുന്നു. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ പറയുന്നത് ശബ്ദജാലം, ഇതിനെല്ലാം ചേർത്ത് പറയുന്നത് ശബ്ദജാലം എന്ന്. മഹാരണ്യം, അതൊരു മഹാവനം പോലെയാണ്. വാദങ്ങളും തർക്കങ്ങളും ചേർന്ന് ഒരു മഹാവനം പോലെ. അതെന്തുണ്ടാക്കുന്നു? ചിത്തഭ്രമണ കാരണം. അത് നമുക്ക് ചിത്തത്തിന് ഭ്രാന്ത് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് നാം സത്യത്തെക്കുറിച്ചുള്ള നിലപാടുകൾ സൃഷ്ടിക്കുമ്പോൾ വളരെ ജാഗരൂകത പാലിക്കേണ്ടതുണ്ട്. ഒരു ഗുരു അല്ലെങ്കിൽ ഒരു മാസ്റ്റർ, ഒരു ജ്ഞാനി എടുക്കുന്ന നിലപാട് നിഷ്പക്ഷമായൊരു നിലപാടാണ്. ആ നിലപാടിനെ നടുനില എന്നാണ് പറയുക. അദ്ദേഹം നിൽക്കുന്നത് നോമാൻസ് ലാൻഡിലാണ്. ആരുടെയും അല്ലാത്ത ഒരു നിലയിലാണ് ആ ജ്ഞാനി നിൽക്കുക. ആ നിലയെ നമുക്ക് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ പലപ്പോഴും സത്യം അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതാണ്, ഇതാണ് എന്നൊക്കെ വാദങ്ങളിൽ ഏർപ്പെടും. അങ്ങനെ വരുമ്പോൾ അത് കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഒരിക്കൽ മുല്ല നസറുദ്ദീൻ എന്ന് പറഞ്ഞ ഒരു സൂഫി, അദ്ദേഹം സരസനായൊരു സൂഫിയാണ്. എല്ലാവരും അദ്ദേഹത്തിൻ്റെ ബാഹ്യചേഷ്ടകൾ കണ്ട് ചിരിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ. പക്ഷേ അദ്ദേഹം ജ്ഞാനിയായൊരു വ്യക്തിയാണ്. ഒരു ദിവസം ഒരു പള്ളിയിൽ പ്രഭാഷണം നടത്താനായിട്ട് അദ്ദേഹത്തെ വിളിക്കാനായിട്ട് അവിടുത്തെ സംഘാടകർ വന്നു. സംഘാടകർ വന്നപ്പോൾ അദ്ദേഹം വരാമെന്ന് പറഞ്ഞു പള്ളിയിൽ പ്രഭാഷണം നടത്താനായിട്ട്. അദ്ദേഹം ചെന്നപ്പോൾ പള്ളിയിൽ നിറയെ ആളുകൾ പ്രഭാഷണം കേൾക്കാനിരിക്കുക. അദ്ദേഹം വേദിയിലേക്ക് കയറി ചെന്നിട്ട് എല്ലാവരെയും നോക്കിയിട്ട് പറഞ്ഞു, ഒരു ചോദ്യം ചോദിക്കുകയാണ് എല്ലാവരോടുമായിട്ട്. ഞാൻ എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്കറിയില്ല എന്ന്. അദ്ദേഹം തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, ഈ പമ്പര വിഡ്ഢികളോടാണോ ഞാൻ സംസാരിക്കാൻ വന്നിരിക്കുന്നത്? എൻ്റെ സമയം നിങ്ങൾ മെനക്കെടുത്തരുതെന്ന് പറഞ്ഞു. അദ്ദേഹം ഇറങ്ങിപ്പോയി അവിടെ. അപ്പോൾ ആ സംഘാടകർക്ക് വളരെ വിഷമായി. ഒരു സൂഫിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ യോഗ്യരല്ലാത്തവരായി ഞങ്ങൾ ഇരിക്കുന്നല്ലോ എന്ന്. അടുത്ത വെള്ളിയാഴ്ചയും പ്രഭാഷണം വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെള്ളിയാഴ്ച വിളിക്കാൻ ചെന്നു. അപ്പോഴും അദ്ദേഹം വരാമെന്ന് പറഞ്ഞു. അപ്പോൾ സംഘാടകർ എന്തെങ്കിലും ഒരു പ്രതിവിധിയായിട്ട് ഇപ്രാവശ്യത്തെ മറുപടി ഒന്ന് മാറ്റിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്രാവശ്യവും അദ്ദേഹം വേദിയിൽ കയറിയിട്ട് ചോദിച്ചു, ഞാൻ എന്താണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് അറിയാം എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത്രയും അറിവുള്ളവരുടെ മുന്നിൽ പിന്നെ ഞാൻ എന്തിനാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോയി.
അപ്പോഴും അവർക്ക് വലിയ വിഷമായി. 2 പ്രാവശ്യം വിളിച്ചിട്ടും അദ്ദേഹത്തെ നിരാശപ്പെടുത്തി ഇറക്കി വിടേണ്ടി വന്നല്ലോ. ഒരു പ്രാവശ്യം കൂടി പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അടുത്ത വെള്ളിയാഴ്ച പ്രഭാഷണത്തിനായിട്ട് ക്ഷണിക്കാൻ പോയി. ഇപ്രാവശ്യം ഉത്തരത്തിന് എന്തെങ്കിലും ഒരു വ്യത്യസ്തത വരുത്തണം എന്ന് തന്നെ എല്ലാവരും കരുതി. ഇപ്രാവശ്യം അദ്ദേഹം വന്നപ്പോൾ വീണ്ടും അതേ ചോദ്യം തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞാൻ എന്താണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പകുതി ആളുകൾ എണീറ്റെന്ന് പറഞ്ഞു ഞങ്ങൾക്കറിയാം എന്ന്. പകുതി ആളുകൾ എണീറ്റെന്ന് പറഞ്ഞു ഞങ്ങൾക്കറിയില്ല എന്ന്. അപ്പോൾ മുല്ല നസ്രുദ്ദീൻ പറഞ്ഞു എങ്കിലൊരു കാര്യം ചെയ്യ്, അറിവുള്ളവർ അറിവില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോയി. നമ്മൾ ഏത് സ്റ്റാൻഡാണ് എടുക്കുന്നത് ആ സ്റ്റാൻഡുകളൊക്കെ ഒരിക്കലും ജ്ഞാനത്തിന് ഇടതരുന്നതല്ല. ഇതൊരു സൂഫി സംഭവമാണ്. പക്ഷെ ഇത് തന്നെയാണ് വേദാന്തത്തിൻ്റെ പ്രകരണത്തിലും. നാം വിസ്റ്റം അല്ലെങ്കിൽ ജ്ഞാനം സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മുടെ അകം ഒഴിച്ചു വയ്ക്കണം, പൂർണ്ണമായി ഒഴിച്ചു വയ്ക്കണം. ഒരു സ്റ്റാൻഡുകളും ഒരു നിലപാടുകളും നമുക്കില്ല എന്നുള്ളതാണ്. നിലപാടുകൾ എടുക്കുമ്പോൾ ആ നിലപാടുകൾ പരിണമിച്ച് അഹന്തയായി അത് പെരുകി മൂർത്തരൂപം പ്രാപിക്കും. അറിയാം എന്നുള്ളത് ഒരഹന്തയാണ്, അറിയില്ല എന്നുള്ളതൊരു അഹന്തയാണ്. അറിയാം എന്നുള്ളതും അറിയില്ല എന്നുള്ളതും അഹന്തയാണ്. അഹന്തയുടെ സ്പർശമില്ലാത്ത ഒരു നില അതെങ്ങനെയാണ് നമുക്ക് എടുക്കാൻ കഴിയുന്നത്? അവിടെയാണ് ഉപനിഷത്തിനെ പോലെയുള്ള ആ തത്വരഹസ്യങ്ങളടങ്ങിയ ഗ്രന്ഥങ്ങൾ ഒരു ഗുരുവിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത്.